ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രഘുനാഥ് ജയപാലനോട് പറയുന്നുണ്ട്, എടോ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടോ, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ, എടോ രഘുനാഥ്, നിന്റെ പേരക്കുട്ടിയോട് ഞാൻ പറഞ്ഞതാണ് ഇവരെ താമസിപ്പിക്കരുത് എന്ന്. അപ്പോൾ ആ സമയത്ത് അത് പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കുന്നത്. അപ്പോഴേക്കും നരൻ അകത്ത് നിന്നും വരികയാണ്. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ പറയാണ്, അവൻ ആരോടാ അത് തീരുമാനിക്കാന്ന് പറയുമ്പോൾ അവന്റെ വീടാണിത്, അപ്പൊ പിന്നെ അവനല്ലേ തീരുമാനിക്കാന്ന് രഘുനാഥ് പറയുകയാണ്. അപ്പോൾ ആരുടെ വീട് ആര് തീരുമാനിക്കും എന്നും പറഞ്ഞിട്ട് ജയപാലൻ ആ മുത്തശ്ശന്റെ രഘുനാഥ് സാറിന്റെ ഷർട്ടിന് പിടിക്കുകയാണ്. അത് കണ്ട് നിൽക്കുന്ന നമ്മുടെ ഇവൻ നരൻ അവന്റെ കയ്യിൽ ഒരു പ്ലക്കറോ മറ്റോ ഒരു സാധനം ഉണ്ടായിരുന്ന കയ്യിൽ അതെടുത്തിട്ട് അവന്റെ തലമണ്ടയ്ക്ക് ഒറ്റയേറ് കൊടുക്കുകയാണ്. അത് തട്ടി അവൻ അവിടെ നിന്ന് വീഴുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതൊരു സന്തോഷമാവുകയാണ്. എല്ലാവരും നോക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പം നേരനെ കാണുകയാണ്. അപ്പം നേരം പടി ഇറങ്ങി വരികയാണ്. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എടോ താൻ എന്താടോ ചെയ്തത്, എൻ്റെ മുത്തശ്ശൻ്റെ മേൽ കൈവച്ചു എന്ന് ചോദിക്കുന്നുണ്ട് നരൻ. അപ്പോൾ ആ സമയത്ത് എടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് നമ്മുടെ നരൻ ജയപാലിൻ്റെ നെഞ്ചത്തോട്. ജയപാലൻ നേരെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്തോഷമാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതായത് നമ്മുടെ കാവേരിയുടെയൊക്കെ മുത്തശ്ശി പറയുകയാണ്, കൊള്ളാം ആൺകുട്ടി ചുണക്കുട്ടി എന്ന് പറയുകയാണ്. അപ്പം നീളയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് നരൻ ചോദിക്കുകയാണ്. അതേടാ ഞാൻ ഇങ്ങോട്ട് വന്ന്, അതെ ഒരേ ഒരു ദിവസം മാത്രം, ആ ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജയരാജൻ വന്നിട്ട് ജയപാലൻ്റെ ചെവിട്ടിൽ പറയുന്നുണ്ട്, എടോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നരനെ കുറിച്ചിട്ട്, താൻ ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മുടെ ജയപാലൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവരിവിടെ നിന്ന് ഒഴിപ്പിക്കാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നരൻ ഒറ്റടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ജയപാലനെ നമ്മുടെ നരനെ പിന്തിരിപ്പിക്കാൻ ജയരാജനൊക്കെ നോക്കുന്നുണ്ട്, മുത്തശ്ശനൊക്കെ നോക്കുകയാണ്, വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ നരൻ പറയുന്നുണ്ട്, 10 വരെ ഞാൻ എണ്ണും, അതിനുള്ളിൽ താൻ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. പോയില്ലെങ്കിൽ താൻ വന്ന വണ്ടിക്ക് പോകേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, പോയില്ലെങ്കിൽ പിന്നെ ഞാൻ 108 വിളിക്കും, ആംബുലൻസ് പിന്നെ ഈ കോലത്തിലാവില്ല പോക എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ എണ്ണി തുടങ്ങുകയാണ് നമ്മുടെ നരൻ. 1, അങ്ങനെ 2, 3 എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നീളം നിന്ന് പറയുകയാണ്, എണ്ണണ്ടാന്ന് പറ മുത്തശ്ശി, അവന് അടിച്ച് പഞ്ചറാക്കാൻ പറ മുത്തശ്ശി, അപ്പം മിണ്ടാതിരിക്കും മോളെ എന്ന് പറയുന്നുണ്ട് നീളയോട് മുത്തശ്ശി. അപ്പം 4 എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പറയുന്ന ജയരാജൻ, തന്നോട് പോകാനല്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവനെ കുറിച്ചിട്ട്, താൻ ഇവിടുന്ന് പോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും 5 എന്ന് എണ്ണുമ്പോഴും നമ്മുടെ ഇവള് കാവേരിയല്ല യമുന ഗംഗയോട് പറയുകയാണ്, അതെ അയാളോട് വേഗം എണ്ണി തീർക്കാൻ പറ, അയാൾ അടിച്ച് പഞ്ചറാക്കുന്ന കാണാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും 6, 7 എന്നെണ്ണുകയാണ്. അപ്പോൾ ബാക്കി എണ്ണുന്നത് നമ്മുടെ ജയപാലനാണ്. 8, 9. അപ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് 10 എന്ന് എണ്ണീറ്റ് ഇവിടെ നിന്ന് ഇവരെ പറഞ്ഞു വിടും, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും നിന്റെ അരികിലേക്ക് എന്നും പറഞ്ഞ് നിന്നെ ഞാൻ മറക്കില്ലടാ എന്നും പറഞ്ഞിട്ടാണ് ജയപാലൻ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുകയാണ്. അതിനുശേഷം ജയപാലനോട് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ നേരൻ, എൻ്റെ മുത്തശ്ശി ആവശ്യപ്പെടുന്നിടത്തോളം കാലം ഇവരിവിടെ താമസിക്കും, ഈ കുടുംബം ഇവിടുന്ന് പോകുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ജയപാലൻ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അങ്ങനെ അതിനുശേഷം നേരൻ അവിടെ ചെന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും ജയരാജനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിനെയാണ് അവൻ കൈവച്ചത്, ഞാൻ അകത്തുനിന്ന് വരുന്നവരെ എൻ്റെ മുത്തശ്ശിനെ ഇതുപോലെ എതിർത്ത് നിൽക്കാൻ ആരും ഉണ്ടായില്ലല്ലോ സംസാരിക്കാനായിട്ട് എന്ന് പറയുമ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, ജയരാജൻ സംസാരിച്ചതാണ് മോനെ എന്ന് പറയുന്നുണ്ട്. ഉവ്വ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇനി മേലാൽ അയാൾ വന്നിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ, ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ഈ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ജയരാജൻ പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്തതിന് നിന്നതാണ്, ഇനിയിപ്പോൾ അയാളുടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം, ഇനി ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ നേരെ തിരിച്ചു വരികയാണ്. ആ സിറ്റ് ഔട്ടിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട്, ചെറിയച്ഛ ഞാനൊരു കാര്യം പറയട്ടെ, അയാളുടെ പുറകിൽ ആരാണുള്ളതെന്ന് ചെറിയച്ഛൻ അറിയില്ലായിരിക്കും, പക്ഷേ ഈ നരനെ ശരിക്കും അറിയാലോ ചെറിയച്ഛന് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് വീണ്ടും
അങ്ങനെ അതിനുശേഷം ശാരദ ചെന്നിട്ട് മുത്തശ്ശനോടൊക്കെ നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അത് സാരില്ല, ഇനി നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ കൊച്ചുമോ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് കാവേരി അവിടേക്ക് വന്നിട്ട് ചോദിക്കാൻ, അല്ല ആൾക്ക് എന്താ ജോലി കൊച്ചുമോന് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ആ ഒരു കമ്പനി ഉണ്ട്, അതിലില്ലാത്ത ബിസിനസ് ഒന്നും തന്നെ ഇല്ല, പിന്നെ അവനിപ്പോൾ സോഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ രഘുനാഥ് സാർ പറയുന്നുണ്ട്, അതെ അവളുടെ സംസാരം കേട്ട് നിന്നാ വർക്കും കാര്യങ്ങളും കേട്ട് നിന്നാലേ ഇന്ന് പാല് കാച്ചൽ നടക്കില്ല, നിങ്ങൾ പാല് കാച്ചാൻ നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയും പാല് കാച്ചി എടുക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് വിനീതും അതുപോലെ തന്നെ നമ്മുടെ രഘുനാഥ് സാറും പുറത്ത് സംസാരിക്കുകയാണ്. ആ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഒരെണ്ണം ഇവിടെയുണ്ട്, ആകെ 1/2 കിലോമീറ്ററേ പോകാനുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ വിനീത് പറയുന്നുണ്ട്, ചെക്ക് മാറാനുള്ള ബാങ്ക് ഉണ്ടല്ലോ അമ്മേ, അമ്മായി അത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്നായി, അല്ല മോനെ മറ്റേ പൈസ കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഇവളിങ്ങനെ പറയുന്നുണ്ട് ശാരദ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ പൈസ വിനീത് മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്, രഘുനാഥ് സാറിൻ്റെ കയ്യിൽ, അഡ്വാൻസ്, വീടിൻ്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പൈസ അപ്പം തന്നെ വേഗം പോക്കറ്റിൽ വെക്കുന്നുണ്ട്. എണ്ണി നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിനീത്. എന്തിനാടോ, അതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കണം. അപ്പോൾ കാവേരി എന്ന് വിളിക്കുന്നുണ്ട്. കാവേരി അപ്പോഴേക്കും പാലൊക്കെ ആയിട്ട് കാച്ചിക്കൊണ്ട് വരികയാണ്. അങ്ങനെ അവർക്കൊക്കെ പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കാവേരി അല്ല ശാരദ പറയാണ്, അല്ല അവിടേക്ക് പാല് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ആർക്ക്? അല്ല ഇവിടെ വന്ന് ആ കുട്ടിക്കും പിന്നെ വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ, അതെൻ്റെ ഇളയ മരുമകനാണ് എന്ന് പറയുന്നുണ്ട്. എന്നാ കൊടുക്കുക എന്ന് പറയാണ്. മോളെ നീ കൊടുത്തിട്ട് വാ എന്ന് കാവേരിയോട് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് കാവേരി 2 ഗ്ലാസ് പാലുമായിട്ട് ആ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ജയരാജനാണെങ്കിൽ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പാല് കാച്ചലായിരുന്നു, പാല് എന്ന് പറയുമ്പോൾ ഇന്നായിരുന്നു ആ പാല് കാച്ചൽ എന്ന് പറഞ്ഞിട്ട് ആ പാലെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട് പുഷ്പവാടിയിലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാണ്. അല്ല നിങ്ങൾ അയാളും തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങളെ അച്ഛനെ മരണപ്പെടാൻ കാരണം, അതുപോലെ തന്നെ ഞങ്ങൾ വാങ്ങിയ തോട്ടം തട്ടിയെടുത്തതൊക്കെ അയാളാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും തോട്ടത്തിന്റെ പൈസ തിരിച്ചു തന്നു, എന്നിട്ടും ഞങ്ങളോട് ശത്രുത മാറിയില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ തോട്ടത്തിന്റെ പൈസ തന്നിട്ടും പിന്നെയും വിരോധം എന്ന് ചോദിക്കുമ്പോൾ, അത് അയാളുടെ മകളുടെ കല്യാണത്തിന്റെ അന്നാണ് ഈ ഒരു പ്രശ്നമൊക്കെ നടന്നത്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ഞങ്ങളോട് അയാൾക്ക് ഇത്ര ദേഷ്യം എന്നും കാവേരി പറയുന്നുണ്ട്. അത് ശരി, അതെ പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരാളുണ്ട്, ഞങ്ങൾ ഈ തോട്ടത്തിന്റെ പൈസ കൊടുത്ത ആദ്യത്തെ മുതലാളി, അയാളെ ഒന്ന് കണ്ടുപിടിക്കണം. എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജയരാജനാണത്. അപ്പോൾ ആ സമയത്ത് അയാളെ തലമണ്ടക്കിട്ട് ഒന്നാ കൊടുക്കാനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാല് തെരുപ്പിൽ പോവുകയാണ്. അപ്പോൾ എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ഇതും കൂടി തരണമായിരുന്നു എന്ന് പറയുന്നുണ്ട് പാല്. അപ്പോൾ ആ സമയം അയ്യോ എനിക്ക് വേണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 200 കൂടുതൽ ഷുഗർ ഉള്ളതാ. അയ്യോ അങ്കിളിനല്ല മറ്റാളില്ലേ, ആര്, വേറൊരാളില്ലേ കൊച്ചുമകൻ ഇവിടുത്തെ, അത് ശരി, അവൻ പാല് ചോദിച്ചോ കുട്ടിയോട് എന്ന്? ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ല ഇവിടുത്തെ ഓൾഡ് 2 അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെയുണ്ട്, അവരറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അതെ, എന്നാലേ കൊടുത്തോ എന്ന് പറയുകയാണ്. അല്ല ആളെ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്നോ, ഇപ്പം വരും, അവന് കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി ഇപ്പം വരും, ഇവിടെ നിന്നോ എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ജയരാജൻ പാലൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടിട്ട് ഭാര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഓരോരോ പുലിവാലെ ഓരോരുത്തർ താമസിക്കാൻ വരും, അതിൻ്റെ പുറകെയായിട്ട് പിന്നെ ഓരോ പൊല്ലാപ്പുകളും വരും, ഇത് നരനെ വലയിലാക്കാനുള്ള പരിപാടിയാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി ചോദിക്കുകയാണ്, നരനെ വലയിലാക്കണം? അതെ, പെൺപിള്ളേർക്ക് കണ്ടാലറിയാം പെൺകുട്ടികളൊക്കെ ആകെ പെശക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമാധാനം ഈശ്വര, അവനൊരു കല്യാണം കഴിച്ച് കാണാൻ ഒരു സന്തോഷമായി, ആ വീട്ടിൽ നിന്ന് നീ വീട്ടിലോട്ടല്ലേ കൊണ്ടുവരണ്ടു എന്നിങ്ങനെ പറയുകയാണ്. നീ എന്തായി പറയുന്നത്? അപ്പോൾ നിനക്കറിയാലോ ഇതിൽ മുമ്പ് ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടിയുടെ കാര്യം, അതറിയാലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണോ, കരുതി കൂടി സംഭവിച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് ജയരാജന്റെ ഭാര്യ, അതായത് നമ്മുടെ നരന്റെ ഇളയമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് അവന്റെ വീടാണ്, അവൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ, അപ്പം നമുക്കിവിടെ ഒരു അവകാശം ഇല്ല എന്ന് ജയരാജൻ ചോദിക്കുകയാണ്. എന്ത് അവകാശം ജയരാജേട്ടന് വേണ്ട? അപ്പം ഞാൻ നാടും വീടും ഉപേക്ഷിച്ച് വന്നത് ഇതിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ജയരാജേട്ടൻ നാടും വീടും ഉപേക്ഷിച്ചിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? ഒരു ഒറ്റമുണ്ട് കൊടുത്ത് വന്നിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിയിലോട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കല്യാണം കഴിച്ച് തന്നതും അങ്ങനെ ഈ കുടിക്കാനും കഴിക്കാനും എല്ലാ സുഖ സൗകര്യങ്ങളും തന്നത് പോരെ, പിന്നെ ലക്ഷങ്ങൾ എൻ്റെ അച്ഛൻ്റെ പൈസ പൊടിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊന്നും കണക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികൾക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ
ഗൗരി ചേച്ചിയുടെ ഭർത്താവ് ശങ്കരേട്ടനാണ് പിന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. അച്ഛന് വയ്യാതായപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ അത് നല്ല രീതിയിൽ താഴ്ച വളർന്നു. അവരുടെ മരണശേഷമാണ് പിന്നെ നരൻ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം പിന്നെ അവൻ്റേതല്ലേ കാര്യങ്ങൾ, ജയരാജേട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാവേരി പാലും പിടിച്ചങ്ങനെ കാത്തു നിൽക്കണം. അപ്പം നേരം വരുന്നുണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവളെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇവളാണെങ്കിൽ പിന്നെ കൂടെ പാലും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും അവനൊരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഫോൺ ഞാൻ 5 മിനിറ്റിനുള്ള അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ കാറിൻ്റെ ഡോറും തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് കാവേരിയുടെ കയ്യിലുള്ള പാലൊക്കെ തട്ടിപ്പോകുന്നുണ്ട്. കാവേരിക്ക് ദേഷ്യം വരികയാണ്. എന്തായാലും കാവേരി അവിടെ വന്ന് നിൽക്കുന്നതായിട്ടൊന്നും ഭാവിച്ച പോലുമില്ല. നരൻ അങ്ങനെ കാറുമെടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്